കേരളത്തിലെ സമ്പന്നരായ വിഭാഗവും ഉന്നതമായ മധ്യവർഗവും വെള്ളത്തിനടിയിൽപ്പെട്ടതോടെയാണ് കേരളം ഫ്ലഡ് പ്രതിരോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അപ്പർ ക്ലാസ് ആൻഡ് അപ്പർ കാസ്റ്റ് എന്ന് പറയാൻ വിഭാഗം വെള്ളത്തിനടിയിൽപ്പെട്ടതാണ്. വെള്ളപ്പൊക്കല്ലേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. അച്ഛൻ ഒരു അപ്പർ കുട്ടനാട് പോലൊരു സ്ഥലത്ത് ജീവിച്ച് വളർന്ന ഒരാളാണ് അല്ലേ? ഈ ഇതേപോലത്തെ വെള്ളപ്പൊക്ക സമയത്ത് അച്ഛയുടെ കുട്ടിക്കാല ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? അത് രസകരമായൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓർമ്മ തന്നെ ഒരു വെള്ളപ്പൊക്കം. എൻ്റെ ഓർമ്മയിൽ തറച്ചു നിൽക്കുന്നൊരു കാര്യം, ഈ വെള്ളം പൊങ്ങി വീടിനകത്തൊക്കെ വെള്ളം കയറി കഴിയുമ്പോൾ, ഈ അപ്പർ കുട്ടനാട് എന്ന് പറയുന്ന മൊത്തത്തിൽ വെള്ളം കയറി ഏതാണ്ട് ഒരു മാസത്തോളം കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ സമയത്ത് പല വീടുകളിലും താമസിക്കാൻ പറ്റില്ല, വെള്ളം കയറി താമസിക്കാൻ പറ്റില്ല. ഞാനൊക്കെ ജനിച്ചു വളർന്ന വീട്ടിൽ വെള്ളം കയറുമ്പോൾ ഒരു മുറിയിൽ വെള്ളം കയറിയില്ല, അത് കുറച്ച് പൊക്കി ഉണ്ടാക്കിയിരിക്കും. അവിടെ നിന്ന് മാറി താമസിക്കേണ്ടി വരാറില്ലായിരുന്നു. ഞാൻ അങ്ങനെ പോയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. പടിഞ്ഞാറ് അവിടെ താമസിച്ചപ്പോഴും വെള്ളം കയറിയാലും വീട് മാറിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. കാരണം വീട്ടിൽ ചില സാങ്കേതികതകൾ പുതിയതായിട്ട് ഉണ്ടാക്കി വെക്കുക വെള്ളം കയറുന്ന സമയത്ത്. അതിലൊന്ന് തട്ട് കെട്ടുക എന്ന് പറയുന്ന ഒരു പരിപാടി. ഈ പലക ഇട്ടിട്ട് കുറച്ച് പൊക്കി വെള്ളം കയറാത്ത വിധം ഒരു തട്ട് പോലെ ആക്കുക, കട്ടിൽ പോലെ ആക്കുക. അതൊരു വിദ്യയാണ്. എന്നിട്ട് ഈ വീടിനകം വഴി നടക്കാൻ പലക ഇടുക വെള്ളത്തിന് മുകളിൽ. അതോടെ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പലക ഇടും. മനുഷ്യർ തിന്നെ നടക്കളിലേക്ക് പോകുന്ന ഈ പലകയ്ക്ക് മുകളിലൂടെ നടന്നാ പോകുന്നത്, താഴെ വെള്ളമാവും. അപ്പോൾ ഈ കട്ടിലിങ്ങനെ ഈ ചാത്തിനിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഓർമ്മ. ഒരു മഴക്കാലത്ത് ആ പ്രദേശത്ത് മൊത്തമായി ഇങ്ങനെ വെള്ളം കയറും. ആൾക്കാർ മുഴുവനും വീട് മാറി താമസിക്കുകയൊക്കെ ചെയ്യും. അന്ന് റിലീഫ് ക്യാമ്പ് എന്ന് പറയുന്ന സങ്കല്പമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാനൊരിടയില്ല. ബന്ധുക്കൾ വെള്ളം കയറാത്ത ബന്ധുക്കളുടെ വീട്ടിൽ പോകും. നമ്മുടെ വീട്ടിലേക്ക് വരുമായിരുന്നു ബന്ധുക്കളൊക്കെ. ബന്ധുക്കളോ അയലോക്കാരൊക്കെ ആയിട്ട് കുറച്ച് ആൾക്കാർ അഡീഷണൽ കാണും. അപ്പോൾ കുട്ടികളുടെ എണ്ണം ഇന്നത്തെ കൂട്ടല്ല, 8ഉം 10ഉം ഒക്കെയാണ് ഒരു വീട്ടിലെ എണ്ണം. അപ്പോൾ കുട്ടികളുടെ ഒരു പട തന്നെ വീട്ടിനകത്തുണ്ടാവും. അപ്പം അവരൊക്കെ ആയിട്ട് ഉല്ലസിച്ച് വെള്ളത്തിൽ ചാടി കുളിച്ച് കളിച്ച് വള്ളം ഉണ്ടാക്കി അതിൽ തുഴഞ്ഞ് വളരെ ആഘോഷമാണ്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വെള്ളപ്പൊക്കം എന്നൊരു ആഘോഷമായിരുന്നു. ഇന്നത്തെ കൂട്ട് ദുർമരണങ്ങളൊന്നും അന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ടൊന്നും ഞാൻ എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കേട്ടിട്ടില്ല. നാട്ടിലെങ്ങനെ ഉണ്ടായിട്ടില്ല. അന്ന് റിലീഫ് ക്യാമ്പ് പോലുള്ള സങ്കല്പങ്ങളൊന്നുമില്ല, അങ്ങനെ ഇല്ല. ഒരു സ്ഥലത്തും അങ്ങനെ ആൾക്കാരെ കൂട്ടത്തോടെ പാർപ്പിക്കുക അങ്ങനെ അത് മനുഷ്യൻ്റെ ഭാവനയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ബന്ധു വീട്ടിലേക്കൊക്കെ പോയി വെള്ളം ഇറങ്ങുന്നവരെ താമസിക്കുക, വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിൽ പോവുക, അതൊക്കെയാണ് സാധാരണ അവിടെ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ പദ്ധതിയല്ലെന്ന്. ഫ്രീ ആയിട്ട് ഇപ്പൊ കൊടുക്കുകയില്ലേ, അങ്ങനെ സംവിധാനമൊന്നുമില്ല. റേഷൻ കടയിൽ നിന്നൊക്കെ അരി കിട്ടും എന്നുള്ളതല്ലാതെ സാധനങ്ങൾ കൊടുക്കുക, ഫ്രീ ആയിട്ട് കൊടുക്കുക, അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യം വീടൊക്കെ ഉള്ളവർ എന്ന് പറയും, വെള്ളം കയറാത്ത വീടൊക്കെ ഉള്ളവർ അത്യാവശ്യം ഭക്ഷണ സാമഗ്രികളൊക്കെ ഉള്ളവരായിരിക്കും. അവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തൊക്കെ ജീവിച്ച് പോവും. മഴക്കാലത്ത് പ്രത്യേകതയുള്ള കുട്ടനാട്ടിൽ പണിയില്ലാത്തൊരു കാലമാണ്, ഒരു പണിയില്ല. അപ്പോൾ ആ കൂടി കട്ടകുത്തെന്ന് പറയുന്നത് ചെറിയൊരു പണിയുണ്ട്. പക്ഷെ അത് വെള്ളം കൂടുതൽ പോയി കഴിഞ്ഞാൽ അതും വളരെ ദുർലഭമാണ്. അത് കട്ട കുത്തി വള്ളത്തെ കയറാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി വെള്ളം മുങ്ങി കഴിഞ്ഞാലേ. കട്ടകുത്തുക എന്ന് പറഞ്ഞാൽ പാടത്തെ ചെളി കുത്തി പാറ കൊണ്ട് കുത്തിയെടുത്ത് ചിറയൊക്കെ പണിയുന്ന ഒരു സംഭവമാണ്. അത് കർക്കിടക മാസമുള്ള ഒരു സ്പെഷ്യൽ ജോലിയാണ്. അത് എക്സ്പെർട്ടുകൾക്ക് മാത്രം ചെയ്യാവുന്ന ജോലിയാണ്, അതറിയാവുന്നവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും കർക്കിടക ഒരു പട്ടിണി മാസമാണ്. കൂടെ വെള്ളം കൂടി പോകും. ഇത് ഗവൺമെന്റിന് ഒരിക്കലും ഒരു പ്രശ്നമായിരുന്നില്ല. കാരണം കുട്ടനാട്ടിൽ വളരെ സാധാരണക്കാരെ അനുഭവിച്ചൊരു ദുരന്തമായിരുന്നു ആ ഘട്ടത്തിലത്. പക്ഷെ ഇപ്പോഴത്തെ വെള്ളപ്പൊക്കമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം ഗവൺമെന്റ് കൺസേൺ ഉള്ള വളരെ വലിയ ധനാഢ്യന്മാർ പോലും മുങ്ങുന്ന തരത്തിലുള്ള വെള്ളപ്പൊക്കമാണ്. പണ്ടങ്ങനെ ആയിരുന്നില്ല.
കുട്ടനാട്ടിൽ എല്ലാ വർഷവും വെള്ളം കയറും. അതൊരു സാധാരണ സംഭവമായിട്ടാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. ഗവൺമെന്റ് അടക്കം എല്ലാവരും എടുത്തിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ച് വലിയ പ്രാധാന്യമൊന്നുമില്ല. പക്ഷെ അന്ന് ഈ കുട്ടനാട്ടിലുള്ള മനുഷ്യ യഥാർത്ഥത്തിൽ അതിജീവിച്ചത് അവിടെ 2-3 വിഭവങ്ങൾ സുലഭമായിരുന്നു. ഒന്ന് മീൻ, മറ്റൊന്ന് നെല്ല്, 3 തേങ്ങ. ഈ 3 ഉണ്ടാകുന്നത് മാത്രമാണ് ആ ജനവിഭാഗം അതിജീവിച്ചെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതില്ലായിരുന്നെങ്കിൽ കൂട്ടത്തോടെ അവർ നേരത്തെ തന്നെ വലിയൊരു വിഭാഗം മരിച്ചു പോകുമായിരുന്നു. കാരണം അതിന് വേറെ വഴിയൊന്നുമില്ലായിരുന്നു അവർക്ക്. അപ്പം ആ സമയത്ത് ഈ പറഞ്ഞ നെല്ലും ഇല്ല, വെള്ളം പൊങ്ങി കിടക്കുമല്ലേ, നെല്ലില്ല. ഈ വളരെ വലിയ വെള്ളം പൊങ്ങി കഴിഞ്ഞാൽ മീൻപിടുത്തം അത്ര എളുപ്പമല്ല, ലളിതവുമല്ല. അപ്പം അതിൻ്റെ ദൗർലഭ്യമുണ്ട്. പിന്നെ തേങ്ങ മാത്രമാണ് അത്യാവശ്യം കിട്ടുക. ഭക്ഷണങ്ങൾ ആ സമയത്ത് ഉണ്ടാക്കി നിങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഈ കർക്കിടകത്തിനൊരു മുൻകരുതലുണ്ട്. നമ്മുടെയൊക്കെ വീട്ടിൽ കപ്പയൊക്കെ നേരത്തെ തന്നെ തയ്യാറാക്കി ചാക്കിനകത്ത് കെട്ടി വെക്കും. പത്താഴത്തിനകത്ത് നെല്ലൊക്കെ കരുതി വെക്കും. അത് കുത്തി അത് കരോട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ വെള്ളം കയറാത്ത സ്ഥലത്ത് കൊണ്ടുപോയി പുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കും. അങ്ങനെ അതിസാഹസികമായി ജീവിച്ചൊരു ജനവിഭാഗം അത്. നമുക്കൊന്നും സാഹസികതയില്ലായിരുന്നു. ഞാനൊക്കെ വലിയ സന്തോഷമായിരുന്നു. കുട്ടികളെല്ലാം കൂടി ഇങ്ങനെ വെള്ളത്തിൽ കളിച്ചുള്ള ഒരു സന്തോഷമായിട്ടാണ്. ഇപ്പോഴത്തെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് അന്ന് ഈ നദികൾ കരകവിഞ്ഞൊഴുകുന്ന വിധമുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. 99-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ 2018-ലാണ് അത്യപൂർവമായ സ്ഥലങ്ങളിൽ കേരളത്തിൽ വെള്ളം കയറിയത്. അതിനുമ്പ് കയറിയിട്ടില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ഈ തോട്ടിൽ നിന്നും കനാലിൽ നിന്നും ചെളി ഊരിയാണ് ഈ വരമ്പയിൽ വെച്ച് വരമ്പിന്റെ പൊക്കം കൂട്ടുന്നത്. അതെല്ലാ വർഷവും ആവർത്തിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ആവർത്തിക്കുമ്പോൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, വരമ്പ് ബലപ്പെടും. ബണ്ട് എന്ന് പറഞ്ഞാൽ പാടശേഖരത്തിന് ചുറ്റുമുള്ള അത് ബലപ്പെടും. 2, ഇത് താഴും. പിന്നെ നിരന്തരം വെള്ളം പോവുകയും വരികയും ചെയ്യുന്നൊരു സ്ഥലം. ഈ കൊച്ചിയിൽ നിന്നുള്ള ചരക്ക് വള്ളങ്ങളൊക്കെ വരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് നന്നായിട്ട്. നമ്മുടെ നാട് വഴി, ആ കളത്തോട് വഴി, വളരെ വലിയ ലോഡ് വെള്ളം എന്ന് പറഞ്ഞാൽ അതിന് പത്തേമാരി ഞങ്ങൾ പറയാ. പത്തേമാരി ഒന്നല്ല, വലിയ വെള്ളം നിറച്ച് ലോഡുമായിട്ട് ഇങ്ങോട്ട് വരികയും കുറുപ്പന്തറയിൽ ചെന്നിട്ട് അവിടെ നിന്ന് മലഞ്ചരക്കുമായിട്ട് തിരിച്ച് കൊച്ചിക്ക് പോവുകയും ചെയ്യുന്ന വള്ളങ്ങൾ എനിക്ക് നല്ല ഓർമ്മയാണ്. അത് ആ മനുഷ്യൻ ഇങ്ങനെ പോകുന്ന പറഞ്ഞാൽ കുറേ ദിവസം കൊണ്ട് അവിടെ എത്തുക. അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിച്ച് ഒക്കെയാ പോകുന്നത്. അത് പുകയൊക്കെ വരുന്ന കാണാം, ഈ വള്ളത്തിൽ നിന്ന് ഇങ്ങനെ പുക വരുന്ന കാണാം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അതുവരെ എന്ന് പറയുമ്പോൾ ബോട്ട് പോകുന്ന തോടായിരുന്നു. നിനക്കറിയാം, കല്ലൂര തോട്ടിൽ ഇപ്പോൾ വള്ളം പോലും പോവില്ല, അത്രമേൽ അത് ഫില്ലായി. ഇത് ആ പ്രദേശത്ത് മുഴുവൻ തോടുകൾക്കും ബാധകമാണ്. അപ്പം വെള്ളം ഇവിടെ കരകവിഞ്ഞ് വീഴാൻ കാര്യം നദി കൺജസ്റ്റഡ് ആയതാണ്. താഴെയാണെങ്കിൽ വെള്ളം വന്നാൽ ഒഴുകി പോകാൻ പാസേജ് ഇല്ല. ആകെക്കൂടി കുട്ടനാട്ടിലെ വെള്ളം പോകാനായിട്ട് 2-3 പാസേജ്. ഏറ്റവും പ്രധാനപ്പെട്ട പാസേജ് എന്ന് പറഞ്ഞാൽ എറണാകുളം കായല. എറണാകുളം വഴി ഫോർട്ട് കൊച്ചി വഴി ആണിത് കടലിലേക്ക് പോകത്തുള്ളൂ, വേറെ വഴിയില്ല. പിന്നെയുള്ളത് തോട്ടപ്പള്ളി സ്പിൽവേയാണ്. സ്പിൽവേ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാത്രം വെള്ളം ഒഴുകുകയും തിരിച്ചൊഴുകാതിരിക്കുകയും ചെയ്യുന്ന സാങ്കേതിക വിദ്യയാണ്. പക്ഷെ ഇങ്ങോട്ടാണ് ഇപ്പോൾ കൂടുതൽ ഒഴുകുന്ന അറിയത്. അതുപോലെ ഇതിന് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലല്ലോ. പിന്നെ വളരെ ചെറിയ ചില പാസേജുകൾ മാത്രമാണ് വേമ്പനാട്ട് കായലിൽ നിന്ന് പുറത്തേക്ക് പോകാനായിട്ടുള്ളത്. അതൊന്നും വളരെ വലിയ പാസേജല്ല. ഈ വെള്ളം സ്വാഭാവികമായിട്ട് കെട്ടിക്കിടക്കും. ഇപ്പോൾ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒരു സാധാരണ സംഭവമായി മാറിയിട്ടുണ്ട്. റോഡുകളെല്ലാം വന്നതോടെ വള്ളം അപ്രത്യക്ഷമായി. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെള്ളം പോകുന്ന സമയത്ത് ഒരു വള്ളം വാടകയ്ക്ക് എടുക്കുമായിരുന്നു. അന്ന് വാടകയ്ക്കില്ല, റെൻറ്റിന്, മന്ത്ലി റെൻറ്റിന് വെള്ളം കിട്ടുമായിരുന്നു നമ്മുടെ നാട്ടിൽ. ആ വെള്ളം എടുക്കും. വീട്ടിൽ എല്ലാ വർഷവും ആ സമയത്ത് വെള്ളം എടുക്കും. ഈ വെള്ളം റെൻറ്റിനെടുക്കും. അതിലാണ് ഞങ്ങൾ സ്കൂളിൽ പോവുക. വഴിയൊന്നും ഇല്ല, വഴി എല്ലാം മുങ്ങി കിടക്കുവാണല്ലോ. അപ്പോൾ സ്കൂളിൻ്റെ താഴെ ചെന്നിട്ടാണ് വള്ളത്തെ നടക്കണത്. നേരെ സ്കൂളിലോട്ട് കയറുക.
സ്കൂളിന്റെ പുറകിൽ NSS സ്കൂളിന്റെ പുറകിൽ പാടശേഖരം വഴി അവിടം വരെ ചെല്ലും. അങ്ങനെയാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. വള്ളം സ്വന്തമായിട്ട് വള്ളം തന്നെ വീട്ടിലുണ്ടാക്കുന്നത്. എനിക്ക് നല്ല ഓർമ്മയാണ്. ഒരു വലിയ പുളിയുടെ വലിയൊരു മരം വെട്ടിക്കൊണ്ട് വന്നിട്ട് 2 പേര് വള്ളം ഉണ്ടാക്കാൻ വിദഗ്ധരായ 2 പേര് ഏതാണ്ട് 1 മാസത്തോളം വീട്ടിൽ താമസിച്ച് ചെത്തി ഒരുക്കി ഒരു വള്ളം ഉണ്ടാക്കുന്നുണ്ട്. വള്ളം വർഷങ്ങളോളം ഉപയോഗിക്കും നമ്മൾ. നമ്മുടെ അങ്ങോട്ട് പോകുമ്പോൾ സ്ഥലത്തെല്ലാം ഇങ്ങനെ വെള്ളം കയറുന്ന നിരന്ന് കിടക്കുകയായിരിക്കും. അവിടെയൊന്നും മനുഷ്യർക്ക് നീന്തി പോകാൻ പറ്റത്തില്ല, വള്ളത്തിലേ പോകാൻ പറ്റത്തുള്ളൂ. അതായിരുന്നു അന്നത്തെ ഒരു വെള്ളപ്പൊക്കത്തിന് പൊതു സംഗതി. പിന്നെ ഈ വെള്ളം പൊങ്ങുന്ന സമയത്ത് വള്ളം ഇല്ലാതെ മനുഷ്യർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. എല്ലാവർക്കും വള്ളം എടുക്കാനായിട്ടുള്ള പ്രാപ്തി, സാമ്പത്തിക ശേഷി ഉണ്ടായിരിക്കില്ല. അപ്പോൾ വള്ളം എടുക്കാൻ തന്നെ നമുക്ക് കാറുള്ള പോലെ ഒരു സംഭവമാണത്. പിന്നീട് അങ്ങനെ ആ പ്രദേശം എന്ന് പറയുന്നത് പൊതുവിൽ താഴ്ന്ന പ്രദേശമാണ്. അതിനേക്കാൾ ഉപരി അവിടെ അതിൽ നിന്ന് അതിനെ രക്ഷപ്പെടാം. പക്ഷേ ഈ കൃഷിയിൽ കുട്ടനാടിൻ്റെ ബലഭൂയിഷ്ഠത നിലനിർത്തിയിൽ ഈ വെള്ളപ്പൊക്കത്തിന് വലിയ പങ്കുണ്ട്. അതായത് ഈ വെള്ളം വന്നൊരു മാസം കിടക്കുമല്ലോ, കരയിൽ എക്കൽ മണ്ണ് ഈ 1 മാസം കൊണ്ട് പാടത്തടിയും. ഇതെല്ലാ വർഷവും ആവർത്തിക്കുക. അപ്പം ബലഭൂയിഷ്ഠതയാണ്. ഇത്രയും വളമൊന്നും ചേർക്കാതെ ഇഷ്ടം പോലെ നെല്ല് കിട്ടും. വാട്ടർ സിസ്റ്റം നിലനിന്നൊരു സ്ഥലം അത്. കർക്കിടക മാസമല്ല, അവിടെ ഒരു വാട്ടർ സിസ്റ്റം ആയിരുന്നു. അവിടെ വീട്ടിൽ കൊണ്ട് ഒരു വലിയ മീനം കൊടുത്തു കഴിഞ്ഞാൽ അവർ കുറേ കപ്പയും ചക്കയൊക്കെ തരും അതായിട്ട്. അപ്പോൾ അവർക്ക് മീനില്ലാതിരിക്കുക, ഇവർക്ക് കപ്പയില്ലാതിരിക്കുക. അങ്ങനെ പണത്തിൻ്റെ ഇടപാടല്ല നടക്കുന്നത്, ബാർട്ടർ സിസ്റ്റം. ഈ പാടത്തുനിന്ന് മീൻ പിടിച്ച് കൊണ്ടു കൊടുത്തിട്ട് ചക്ക കപ്പ ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് മേടിക്കേണ്ടി വരും, വീടുകളിൽ കൊണ്ടുപോയി. വളരെ പ്രിമിറ്റീവായിട്ടുള്ള പല സംഗതികളും അവിടെ ഉണ്ട്. അതിനകത്തൊരു സംഭവമാണ് ഈ കർക്കിടക മാസത്തിൽ എലി ഉണ്ടല്ലോ, പന്നിയേരി, അതിനെ വ്യാപകമായി തിന്നുവരുന്ന ആൾക്കാർ. പൂച്ചയെ തല്ലിക്കൊന്ന് തിന്നുക. ഞാൻ പറഞ്ഞത് എങ്ങനെ വളരെ പ്രിമിറ്റീവ് ലൈഫിൻ്റെ ചില ഏടുകളും നമുക്ക് ആ സമയത്ത് അവിടെ കാണാം. മനുഷ്യൻ അതിജീവിക്കണ്ടേ, വേറെ ഭക്ഷണമൊന്നും കിട്ടാനില്ല. അത് വീട്ടിൽ ഈ അമ്മയ്ക്കൊക്കെ ഒരു എന്താ പറയുക, ഒരു അരിസ്റ്റോക്രാറ്റിക് ആയിട്ടുള്ള ഒരു ധാരണയാണ് ജീവിതത്തെക്കുറിച്ചുണ്ട്. ഒന്നമ്മ വലിയ സ്വത്തുള്ളൊരു വീട്ടിലെ ആളായിരുന്നു. അന്നത്തെ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഭൂമി സ്വന്തമായിട്ടുണ്ടായിരുന്നൊരു വീട്ടിൽ നിന്ന് വന്നയാളാണ്. അപ്പോൾ അരിസ്റ്റോക്രാറ്റിക് എന്ന നിലക്ക് ഞാനൊന്ന് എലിയർച്ച ചെയ്യുന്നിട്ടില്ല, നമ്മൾ തിരികെയില്ലായിരുന്നു. ഈ മഴയും വെള്ളമൊക്കെ കയറി ആളുകളുടെ വീടുകളെല്ലാം നശിച്ചു പോകുമല്ലോ, അവർക്ക് സാധനങ്ങളും എല്ലാം പോകും. പിന്നെ അവർ ഇതിനെയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളൊന്നും ഇല്ല വീട്ടിൽ. അന്നത്തെ വീടുകളിൽ ബഹുഭൂരിപക്ഷം വീട്ടിലും കട്ടിലോ മേശയോ കസേരയോ ബെഞ്ചോ ഇല്ല. ആ കൂടി ഇരിക്കാൻ കൊരണ്ടി മാത്രമേ, കൊരണ്ടി എന്ന് പറഞ്ഞ സാധനം ഇത്രയും പൊക്കമുള്ള കുത്തിയിരിക്കണം അതിൻ്റെ പുറത്ത്. അത് 1-2 കാണും. അത് വീട്ടിലെ കാരണവർക്ക് 1 കാണും, ബാക്കിയുള്ളവർക്ക് നിലത്തിരിക്കും. കുറച്ച് പാകാണ്, അത് ഒത്തിരി പായൊന്നുമില്ല, ഓരോ വാഴക്കേ കാണത്തുള്ളൂ. ഓരോരുത്തർക്കും ഓരോ വാഴ കാണത്തില്ല. പിള്ളേർക്ക് 2 ഭാഗം നിരത്തി ഇടുക, എല്ലാം കിടക്കും. അതല്ലാതെ ഇന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ എടുത്തു മാറ്റാൻ തക്കതായ സംഗതികളൊന്നുമില്ല. പിന്നെ കുറെ പാത്രമുള്ളത്, ആ പാത്രം അവർ ജാഗ്രത കെട്ടി അവർ പോരുന്ന കൂടെ കൊണ്ടുവരും. അപ്പോൾ അവിടുത്തെ സാധനങ്ങൾ തീർന്നു അതോടുകൂടി. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു സർക്കാർ എയ്ഡൊന്നുമില്ല. അപ്പം അതൊക്കെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ സർക്കാർ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. സർക്കാരും സന്നദ്ധ പ്രവർത്തകരും ഈ സാധനങ്ങൾ നഷ്ടപ്പെട്ടവർക്കും ഇനിയിപ്പോൾ അവർക്ക് ഡ്രസ്സ് ഇല്ലെങ്കിലും എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും കൊടുത്ത് ആണ് ഇപ്പോൾ ദുരിതാശ്വാസം കഴിഞ്ഞവർ പോകുന്നത്. അന്നത്തെ കാലത്ത് ഇതില്ലായിരുന്നു. അപ്പൊ ഈ രാഷ്ട്രീയം എന്താണെന്നാണ് അച്ഛൻ മനസ്സിലാക്കുന്നത്? അപ്പൊ അത് 2 കാര്യങ്ങൾ നമുക്കാണ്. അന്ന് അതിപിന്നോക്കമായൊരു സ്ഥലമാണ് കേരളം. അന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ, സന്നദ്ധ സംഘടനകളോ ഒന്നും കാര്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമല്ല കേരളം. 60കളാണ് എൻ്റെ ബാല്യകാലം, 70 വരെയുള്ള, 64 മുതൽ 70 വരെയുള്ള ഒരു കാലം. അന്ന് അങ്ങനെ സഹായമായിട്ട് വരുന്ന ഒരു വിഭാഗം ഇല്ല. പിന്നെ അങ്ങനെ ഏതെങ്കിലും വ്യക്തികളൊക്കെ എന്നൊരു സഹായം ചെയ്യുന്നതിനപ്പുറത്തേക്ക് സംഘടിതമായി ഇത്ര വീടുകൾ അവിടെ വെള്ളത്തിനടിയിലാണ്, അവരെ കൊണ്ട് മാറ്റിപ്പാർക്കും, അങ്ങനെ ഒരു ഭാവന പോകാത്തൊരു സമൂഹമാണ് നമ്മുടേത്. അവിടുത്തെ ജനത്തെ അവഗണിച്ചിട്ടിരിക്കുന്ന ജനമായിരുന്നു. കാർഷിക മേഖലയൊക്കെ ബന്ധപ്പെട്ട് വളരെ പാവപ്പെട്ട മനുഷ്യരാണല്ലോ.
അവർ ചത്താലും ജീവിച്ചാലും ഒന്നും അന്ന് ആരെയും ബാധിക്കുന്ന കാര്യമല്ല അതാണ് സംഭവം. ഇതിൻ്റെ ഭാഗമായി തന്നെ ഗവൺമെൻറ്റും ഇതിനോട് പ്രത്യേകിച്ച് മമതയൊന്നും കാണിച്ചിരുന്നില്ല. കാരണം ഇതൊരു സ്വാഭാവികമാണ്, കുട്ടനാടാണ് വെള്ളം കയറും, ഇത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കയറാൻ അവരെ വെള്ളം കയറി അവരുടെ വീട് പോയി വീട് കെട്ടി അങ്ങനെയൊന്നുമില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ ഇത് കൂടുതൽ സജീവമായിട്ടുണ്ട്. ഇതൊരു വലിയൊരു പ്രവൃത്തിയായി മാറിയിട്ടുണ്ട്. അത് ഗവൺമെൻറ്റും NGOസും മനുഷ്യരും ഒക്കെ ഇടപെടുന്ന വലിയൊരു പ്രവൃത്തിയായി മാറിയിട്ടുണ്ട്. ഏതാണ്ട് 80കളൊക്കെ ആകുമ്പം ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ വീടൊക്കെ പോയതിന് സഹായങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ 2018 വെള്ളപ്പൊക്കമാണ് ഇതിനെ വലിയൊരു സംഭവമാക്കി മാറ്റിയത്. 2016, 2015, 2014, 2013 ഒക്കെ കുട്ടനാട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ആ സ്ഥലം ഉപേക്ഷിച്ച് വീട് ഉപേക്ഷിച്ച് വേറെ സ്ഥലങ്ങളിൽ പോയി താമസിച്ചിട്ടുണ്ട്. അവിടെ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. അന്നൊന്നും ഇതിന് ഒരു പ്രാധാന്യവുമില്ല. അപ്പോൾ 92 ക്യാമ്പുണ്ട്. അപ്പം ഞാൻ 80-82 കാലത്ത് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് വരുന്നുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന സമയത്ത് പടിഞ്ഞാറ് കായൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലെത്തണമെങ്കിൽ അതിസാഹസ്യം, അതേ വള്ളം വേണം, നമുക്ക് നീന്തിപ്പോകാൻ പറ്റത്തില്ല, അത്രയും വെള്ളം അവിടെ. അപ്പോൾ അന്നൊന്നും ഇത് ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നില്ല. 2018 വെള്ളപ്പൊക്കമാണ് ഇതിനെ കേരളത്തിലെ ഫ്ലഡ് എന്ന് പറയുന്ന ഒരു സംഭവമാക്കി മാറ്റത്. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ വെള്ളം പൊങ്ങി എന്നതല്ല, വെള്ളത്തിന് മുമ്പ് പൊങ്ങിയിട്ടുണ്ടല്ലോ, കൂടുതൽ പൊങ്ങി എന്നതുമല്ല. പ്രധാനപ്പെട്ട പട്ടണങ്ങളിൽ വെള്ളം കയറി എന്നുള്ളതാണ് ഈ പെട്ടെന്ന് പൊതുജന ശ്രദ്ധ എന്ന് പറയുന്ന കാര്യം ഇതിലേക്ക് വരുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മൾ ശ്രദ്ധിക്കണം, അന്ന് വന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ കേൾക്കുന്ന ഒരു വാർത്ത, മീഡിയയിൽ വരുന്ന വാർത്തയെ 2 നില വീട്ടിൽ വെള്ളം കയറിയതാണ്. ഇവിടെ കുറേ കാലമായിട്ട് 1 നില വീട്ടിലൊക്കെ വെള്ളം കയറുന്നുണ്ടെന്നേ, അതൊന്നും വാർത്ത. 2 നില വീട്, ചെങ്ങന്നൂരിലെ 2 നില വീട്ടിൽ വെള്ളം കയറി, അതാണ് അന്നത്തെ ക്യാപ്ഷൻ, വലിയ വാർത്ത. അപ്പോൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ സമ്പന്നരായ വിഭാഗവും ഉന്നതമായ മധ്യവർഗവും വെള്ളത്തിനടിയിൽപ്പെട്ടതോടെയാണ് കേരളം ഫ്ലഡ് പ്രതിരോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്, ഫ്ലഡിൽ അഫക്റ്റഡ് പാർട്ടീസിനെ സഹായിക്കേണ്ട ഒരു കാര്യമാണെന്നുള്ളൊരു പൊതുബോധം കേരളത്തിൽ ഉണ്ടാകുന്നത് വളരെ വ്യക്തമാണ്. ഉന്നത അപ്പർ ക്ലാസ് ആൻഡ് അപ്പർ കാസ്റ്റ് എന്ന് പറയാൻ വിഭാഗം വെള്ളത്തിനടിയിൽപ്പെട്ടതാണ്. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ കടലിൻ്റെ ഓരത്തുനിന്ന് മത്സ്യത്തൊഴിലാളി ചെങ്ങന്നൂർ വരെ തിരുവല്ല വരെ ബോട്ടുമായിട്ട് വരികയാണ് ഇവരെ രക്ഷിക്കാൻ. അല്ല, അത് വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, വേണം, അത് ചെയ്യട്ടെ. പക്ഷെ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വർഷങ്ങളായിട്ട് വെള്ളത്തിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് കുട്ടനാടെന്ന് പറയുന്ന പ്രദേശം. അവിടെ നേരത്തെ അങ്ങനെ ഈ പറയുന്ന യാതൊരു അഫക്ഷനും ആർക്കും തോന്നിയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് മോസ്റ്റ് അഫക്റ്റഡ് സെക്ഷൻ എന്ന് പറയുന്നത് വളരെ സാധാരണക്കാരായ, പ്രത്യേകിച്ച് ഇതിലത് ഒക്കെയാണ്, അത്തരം വിഭാഗങ്ങളാണ് മോസ്റ്റ് അഫക്റ്റഡ് വിഭാഗം, വലിയൊരു വിഭാഗം. അല്ലാത്തൊരു അപ്പം അതുകൊണ്ട് ഒന്നും കാര്യമായിരുന്നില്ല. ഇപ്പം അത് പ്രധാനപ്പെട്ട കാര്യമാണ്.